ഉത്തരേന്ത്യയിലേക്ക് പോവുകയാണെങ്കിൽ പലയിടങ്ങളിലും മഴക്കെടുതി രൂക്ഷമായി തുടരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഉത്തരാഖണ്ഡിൽ, ഹിമാചൽ പ്രദേശിൽ മഴക്കെടുതി രൂക്ഷമാണ്. ഉത്തരാഖണ്ഡിൽ 15 മരണവും ഡെറാഡൂണിൽ 13 മരണവും റിപ്പോർട്ട് ചെയ്തു. ഹിമാചൽ പ്രദേശിൽ ജൂൺ 20 മുതൽ മഴക്കെടുതി മൂലം റിപ്പോർട്ട് ചെയ്തത് 417 മരണങ്ങളാണ്. ഇരു സംസ്ഥാനങ്ങളിലും രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയും ചെയ്യുന്നുണ്ട്. അതിരൂക്ഷമായ മഴക്കെടുതിയാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ തുടരുന്നത്. ഉത്തരാഖണ്ഡിൽ മേഘവിസ്ഫോടനവും മണ്ണിടിച്ചിലുമാണ് വലിയ നാശം വിതച്ചത്. ഉത്തർപ്രദേശ് സ്വദേശികൾ ഉൾപ്പെടെയുള്ളവർക്കാണ് ഉത്തരാഖണ്ഡിൽ ജീവൻ നഷ്ടമായത്. നിരവധി ആളുകൾ ഇപ്പോഴും വിവിധയിടങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നു. ഡെറാഡൂണിൽ 13 മൃതദേഹങ്ങളാണ് കഴിഞ്ഞ ദിവസം മാത്രം കണ്ടെത്തിയത്. കേന്ദ്ര സംസ്ഥാന സേനകൾ സംയുക്തമായാണ് തിരച്ചിൽ നടത്തുന്നത്. മേഘവിസ്ഫോടനത്തെ തുടർന്നുണ്ടായ മലവെള്ളപ്പാച്ചിലാണ് ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചത്. മരിച്ച ഉത്തർപ്രദേശ് സ്വദേശികളുടെ കുടുംബങ്ങൾക്ക് ഉത്തർപ്രദേശ് സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചു. 2 ലക്ഷം രൂപ വീതം കുടുംബത്തിന് നൽകുമെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അറിയിച്ചു. ഹിമാചൽ പ്രദേശിൽ ജൂൺ 20 മുതൽ മഴക്കെടുതി മൂലം റിപ്പോർട്ട് ചെയ്തത് 417 മരണങ്ങളാണ്. 45 പേരെ കാണാതായി. 477 പേർക്ക് പരിക്കേറ്റുവെന്നാണ് സർക്കാരിന്റെ കണക്കുകൾ. കഴിഞ്ഞ 16 ദിവസത്തിനിടെ ഹിമാചലിൽ 45% മഴ ലഭിച്ചു എന്നാണ് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നത്. മഴ തുടരാനുള്ള സാഹചര്യമുള്ളതിനാൽ 5 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൈരളി ന്യൂസ്, ദില്ലി.